ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമരങ്ങളുടെ ഇടയിലേക്ക് കടന്നു വന്നിട്ട് അവസാനം പിടിക്കപ്പെട്ടപ്പോൾ പല ആൾക്കാരും മാപ്പെഴുതി കൊടുത്ത് പുറത്തു വന്നിട്ട് പിന്നെയുള്ള പദ്ധതി എന്താണ്? ഈ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യം ഒരു ഭാഗത്ത് നടക്കട്ടെ, പോരാട്ടങ്ങൾ ഒരു ഭാഗത്ത് നടക്കുമ്പോൾ നമുക്ക് ഹിന്ദു രാഷ്ട്രത്തിന്റെ അസ്ഥിവാരം പണിയാമെന്ന് കണക്കാക്കിയിട്ട് ഇവിടെ ഹിന്ദുക്കളെ മറുഭാഗത്തേക്ക് ക്ഷണിച്ചുകൊണ്ടേയിരുന്നു. ഒരു ഭാഗത്ത് മുസ്ലിമീങ്ങൾക്കിടയിലെയും ഒരു കമ്മ്യൂണിറ്റി നിലയിൽ മതപരമായ വർഗീയത ജനങ്ങൾക്കിടയിൽ ബ്രിട്ടീഷുകാരന്റെ അച്ചാരം വാങ്ങിച്ചിട്ട് ഇവിടെ നടപ്പിലാക്കാൻ ശ്രമിച്ചുകൊണ്ടേയിരുന്നു. അതുകൊണ്ട് ഒരു ഭാഗത്ത് ബ്രിട്ടീഷുകാരെ നേരിടണം, മറുഭാഗത്ത് ഹിന്ദു മുസ്ലിം ഐക്യമൂട്ടി ഉറപ്പിക്കണം. അതിനുവേണ്ടി പണിപ്പെട്ടുകൊണ്ടേയിരുന്നു. അതിനുവേണ്ടി പണിയെടുക്കുന്നു മുഹമ്മദ് അലി ജൗഹർ വട്ടമേശ സമ്മേളനത്തിന് പോയിട്ട് ബ്രിട്ടീഷുകാരന്റെ മുമ്പിൽ ഇരിക്കുമ്പോൾ പറഞ്ഞ കാര്യം, നിങ്ങൾ എല്ലായിടത്തും വിജയിച്ചിട്ടുള്ള ആ ഫോർമുല ഇന്ത്യയിൽ നിങ്ങൾ ഇറക്കിയിട്ടുണ്ട്. ബി ഡിവൈഡ് യു റൂൾ. ഞങ്ങൾ ഇന്ന് ഭിന്നിച്ചു നിന്നപ്പോ നിങ്ങൾ നമ്മൾ ഭരിക്കണം. പക്ഷേ ഒരു ദിവസം വരും അന്ന് ഇന്ത്യൻ ജനങ്ങൾക്ക് ഡിവൈഡ് ഉണ്ടാവില്ല, അവർക്കിടയിൽ വർഗീയത ഉണ്ടാവില്ല, വിഭാഗീയത ഉണ്ടാവില്ല. എല്ലാവരും ഇന്ത്യക്കാരനെന്ന് ചിന്തിക്കുന്ന ഒരു ദിവസം വന്നാൽ അന്ന് നിങ്ങൾക്ക് ഇന്ത്യയിൽ നിൽക്കാൻ കഴിയില്ല എന്ന്, ഇതുപോലെ ഇന്ത്യൻ ജനങ്ങളെ അടിമകളാക്കാൻ കഴിയില്ല എന്ന് അത് അദ്ദേഹം പറഞ്ഞു. തിരിച്ചറിവ് കൂടിയാണ്. ജനങ്ങൾ ഭിന്നിച്ചു നിൽക്കുമ്പോഴാണല്ലോ നിങ്ങൾ മുതലെടുപ്പ് നടത്തുന്നതെന്ന്. അതിനെതിരെ പ്രവർത്തിച്ചുകൊണ്ടിരുന്നു അദ്ദേഹത്തിന്റെ ഉമ്മ. ഈ മുഹമ്മദ് അലി ജൗഹറിന്റെ ഉമ്മ കേരളത്തിൽ പോലും വന്നിട്ടുണ്ട്. എന്ത് പറയാനാണെന്ന് അറിയുമോ? കേരളത്തിൽ പോലും ജനങ്ങളെ, സ്ത്രീകളെ അടക്കം ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി തെരുവിലിറക്കാനും ഹിന്ദു മുസ്ലിങ്ങൾക്കിടയിൽ ഐക്യമുണ്ടാക്കാനും വേണ്ടി പ്രഭാഷണം നടത്താൻ വേണ്ടിയിട്ട് അബാദി ബാനു ബീഗം ഈ കേരളത്തിലും വന്നിട്ടുണ്ട്. അത് പഠിപ്പിക്കാനാണ്. ഈ രാജ്യത്തിന് സ്വാതന്ത്ര്യത്തിന് വേണ്ടി പോരാടാൻ വേണ്ടി സ്ത്രീകൾ പോലും തയ്യാറായി പുറത്തിറങ്ങണമെന്ന് പറയാൻ, ഹിന്ദുക്കൾക്കും മുസ്ലിമുകൾക്കിടയിൽ ഐക്യമുണ്ടാക്കാൻ. വർഗീയത പറയുന്നവരുടെ വാക്കുകൾ കേൾക്കണ്ട, ആ ചിന്താഗതികളെ പറയാൻ നിങ്ങൾ പോകണ്ട. നമ്മൾ ഇന്ത്യക്കാരാണെന്ന് പഠിപ്പിക്കാൻ വേണ്ടി വന്നു. ഗാന്ധി തൊപ്പിയുടെ ഉപജ്ഞാതാവ് ഈ ഉമ്മയാണ്. ഇന്നും എന്ത് ആൾക്കാർ വെക്കുന്ന ഗാന്ധി തൊപ്പിയില്ലേ, ആ ഗാന്ധി തൊപ്പിയെ, ആ സ്ട്രക്ചർ, അതിനെ പണിതെടുത്തത്, ആ രൂപത്തിൽ തന്നെ ഉണ്ടാക്കിയെടുത്തത് അബാദി ബാനു ബീഗമാണ്. ആ ഉമ്മയെ പോലെ ആ ഉമ്മയ്ക്ക് മകൻ അയച്ചൊരു കത്തുണ്ട്. ജയിലിൽ കിടക്കുമ്പോൾ മുഹമ്മദ് അലി ജൗഹർ 2 ആമക്കളും 27ാമത്തെ വയസ്സിൽ വിധവയായപ്പോൾ സ്വർണ്ണപ്പണ്ടങ്ങളെല്ലാം പണയപ്പെടുത്തിയിട്ട് മക്കളെ പഠിക്കാൻ വേണ്ടി പഠിപ്പിച്ച് വിദ്യാഭ്യാസം കൊടുത്ത് സമുന്നതമായ വിദ്യാഭ്യാസവും നേടി സ്വന്തം ഉമ്മയുടെ അടുക്കലേക്ക് മടങ്ങി വന്നപ്പോൾ, ഈ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി നിങ്ങൾ ഞാൻ ഒഴിഞ്ഞുവിട്ടിരിക്കുന്നു മക്കളെ, നിങ്ങൾ അതിനുവേണ്ടി പോരാടാൻ വേണ്ടി പറഞ്ഞു വിട്ട ആ മക്കൾ ജയിലിൽ കിടക്കുമ്പോൾ മകൻ എഴുതിയ കത്തുണ്ട്. ഉമ്മ, നിങ്ങൾക്ക് ഇന്ന് വയോധികയായി നിങ്ങൾ വിഷമിക്കുമ്പോൾ, നിങ്ങൾ ഈ പ്രായം ചെന്ന അവസ്ഥയിൽ നിങ്ങളെ സേവിക്കാൻ, നിങ്ങൾക്ക് സുഹബത്ത് ചെയ്യാൻ ഞാൻ അടുത്തില്ലല്ലോ എന്ന സങ്കടമാണ് എനിക്കുള്ളത്. എന്റെ പടച്ചവന്റെ മുമ്പിൽ പോയി നിൽക്കുമ്പോൾ എന്റെ ഉമ്മാക്ക് വേണ്ടി പാദസേവ ചെയ്യാൻ നീ എന്തുകൊണ്ട് നിന്നില്ലെന്ന് മുഹമ്മദ് അലി ജൗഹറിനോട് പടച്ചവൻ ചോദിച്ചാൽ ഞാൻ എന്ത് മറുപടി പറയും ഉമ്മ എന്ന് ഇവിടെ മാപ്പ് എഴുതാൻ നിർബന്ധിക്കുന്നുണ്ട്. മാപ്പ് എഴുതാൻ ബ്രിട്ടീഷുകാർ നിർബന്ധിക്കുന്നുണ്ട്, നിബന്ധനകൾ എന്റെ മുമ്പിൽ വെക്കുന്നുണ്ട്. എന്റെ അവസ്ഥ, ഉമ്മ, എന്റെ പ്രയാസം ഇത് മാത്രമാണ്, നിങ്ങളുടെ അടുക്കൽ നിൽക്കാൻ കഴിയുന്നില്ലല്ലോ എന്ന് അവരെഴുതിയ മറുപടി കത്തുണ്ട്. ബ്രിട്ടീഷുകാരന് മാപ്പ് എഴുതി കൊടുത്തിട്ടാണ് നീ പുറത്തു വരാൻ തീരുമാനിക്കുന്നെങ്കിൽ ഈ വൃദ്ധയായ മാതാവിന്റെ ദുർബലമായ കൈകൊണ്ട് മുഹമ്മദ് അലി നിന്റെ കഴുത്ത് ഞെരിക്കാൻ ഞാൻ മടിക്കില്ല എന്ന്. ഇന്ത്യയുടെ ചരിത്രത്തിൽ ഇങ്ങനെ ഒരു ഉമ്മ ഉണ്ടാവില്ല. ഇന്ത്യയുടെ ചരിത്രത്തില് സ്വന്തം മാമകനോട് പറഞ്ഞാണ് മാപ്പെഴുതി കൊടുത്തിട്ട് പുറത്തു വന്ന അതിനെ കഴുത്ത് ഞെരിച്ച് കൊന്നുകളയുമെന്ന് പറഞ്ഞൊരു ഉമ്മ. അതാ ചരിത്രം. അങ്ങനെ ഒരുപാടുണ്ട് വീരകഥകൾ പറയാൻ. ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിന് പിറകില് ഒട്ടനവധി എണ്ണിയാലൊടുങ്ങാത്ത മനുഷ്യരുണ്ടത്. ഇതെല്ലാം കഷ്ടപ്പെട്ട് ഒരുപാട് ത്യാഗങ്ങൾ സഹിച്ചിട്ടാണ് 1947 ഇന്ത്യ എന്ന ഈ രാജ്യം സ്വാതന്ത്ര്യം കൊള്ളുന്നത്. അതിന്റെ 79ാമത്തെ വാർഷികം ആഘോഷിക്കുന്നിടത്ത് നമ്മൾ നിൽക്കുന്നത്.